കേരളത്തിലെ ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് തരത്തിലുള്ള മത തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന IB റിപ്പോർട്ട് നേരത്തെയും വന്നിരുന്നു, വർഷങ്ങൾക്ക് മുൻപും വന്നിരുന്നു. പക്ഷേ കേരള പോലീസോ ഒന്നും പ്രത്യേകമായ നടപടികൾ ഒന്നും എടുത്തു കണ്ടില്ല. പക്ഷേ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ നിരീക്ഷണത്തിലാണ് ഈ പ്രത്യേകമായ ചില സ്ഥലങ്ങൾ എന്നുള്ള സൂചനകളും ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട എന്ന സ്ഥലം. ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ച് മത തീവ്രവാദ പ്രവർത്തനങ്ങളും അതുപോലെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ വ്യാപകമായി പ്ലാൻ ചെയ്യുന്നു, വ്യാപകമായി ആയുധങ്ങൾ സൂക്ഷിക്കുന്നു, വ്യാപകമായി അവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള നിയമങ്ങൾ മാത്രം നടപ്പിലാകുന്നു, പ്രത്യേക മതവിഭാഗങ്ങൾക്ക് മാത്രം ചില നിയമങ്ങൾ അവിടെയുണ്ട് എന്നുള്ള ചില സൂചനകൾ നേരത്തെയും പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് അവിടെ ഹെൽമറ്റ് പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് അവിടെ ഹെൽമറ്റ് വയ്ക്കാതെ യാത്ര ചെയ്യുന്നതിൽ ഈ പ്രത്യേകമായ തൊപ്പിവെച്ച മതവിഭാഗങ്ങൾക്ക്, മുസ്ലിം മതവിഭാഗങ്ങൾക്ക് ഒക്കെ തന്നെ പ്രത്യേകമായി ഇളവുകളുണ്ട്. അവിടെ അവർക്ക് തൊപ്പി വെക്കേണ്ട, ഹെൽമറ്റ് വെക്കേണ്ട, തൊപ്പി വെച്ചാൽ മതി. ഹെൽമറ്റ് വെക്കേണ്ട, മറ്റ് നിയമങ്ങളൊന്നും പാലിക്കേണ്ട, ശരിക്കും മറ്റൊരു രാജ്യത്തിൻ്റെ ശരീഅത്ത് നിയമം അനുശാസിക്കുന്ന ചില നിയമങ്ങൾ മാത്രം ഈ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്ത് നടപ്പിലാക്കിയാൽ മതി എന്നാണ് ഈരാറ്റുപേട്ട സ്വദേശിയായ ചിലർ. മറ്റ് മതത്തിൽപ്പെട്ടവരും ഉണ്ട് ആ കൂട്ടത്തിൽ. അതായത് 5 പേർ മരിച്ച അഹമ്മദാബാദ് സ്ഫോടന കേസിൽ വധശിക്ഷ ലഭിച്ച 3 മലയാളികളിൽ 2 പേർ ഈരാറ്റുപേട്ട സ്വദേശികളാണ്. ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള മത തീവ്രവാദ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു എന്ന് തന്നെ സൂചനകൾ ഉണ്ട്. വാഗമൺ സിമി ക്യാമ്പിൻ്റെ സംഘാടനത്തിൻ്റെ പേരിൽ അറസ്റ്റിലായ തീവ്രവാദികൾ ഈരാറ്റുപേട്ട സ്വദേശികളാണ്. ഈയിടെ തീവ്രവാദ ബന്ധത്തിൻ്റെ പേരിൽ NIA അറസ്റ്റ് ചെയ്ത PFIക്കാർ അതിൽ കൂടുതലും ഈരാറ്റുപേട്ട സ്വദേശികളാണ്. അരിയും മലരും മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാക്കൾ ഈരാറ്റുപേട്ടക്കാരാണ്. വണ്ടിക്കച്ചവടത്തിൽ സ്ഥിരം പറ്റിക്കുന്നവർ, ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ്, ലൈസൻസ് എന്നിവ വേണ്ടാത്ത കേരളത്തിലെ ടൗൺ ഇവിടെ പരിശോധിക്കാൻ സമ്മതിക്കില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പരിശോധിക്കുകയാണെങ്കിൽ ഈ തൊപ്പി വെച്ചവരെ പരിശോധിക്കില്ല. ഏറ്റവും മോശം ഡ്രൈവിംഗ്, ട്രാഫിക് സംസ്കാരം. അവർക്ക് തോന്നിയതുപോലെ അവർ വണ്ടി ഓടിക്കൂ. വണ്ടി ഇടിച്ചാലും തൊഴിച്ചാലും ഒക്കെ തന്നെ അവിടെ ഇവർ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇങ്ങോട്ട് വന്നിടിച്ചാലും നാട്ടുകാർ കൂടി കുത്തിനെ പിടിച്ച് പൈസ വാങ്ങും. സമുദായത്തിൽ ആരെങ്കിലും പോലീസ് പിടിക്കാൻ വന്നാൽ ആയിരക്കണക്കിന് ആൾക്കാർ സംഘടിച്ച് തടയും. നമ്മൾ പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് അദ്ദേഹം നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ പാലാ ബിഷപ്പിൻ്റെ അരമന വളഞ്ഞത് ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ 1000-ഓ 2000-ഓ പേരാണ്. അത്രയും ശക്തമാണ് ഇവരുടെ ഈ മത തീവ്രവാദ സംഘടനാ ശക്തി. അരുവിത്തുറ എന്ന ബോർഡ് കാണുന്നിടത്തൊക്കെ കരിയൂരിൽ ഒഴിക്കും. അവിടെ അരുവിത്തുറ പള്ളിയുണ്ട്, അരുവിത്തുറ എന്ന ഒരു കോളേജുണ്ട്, സെൻറ്റ് ജോർജ് കോളേജ്. അരുവിത്തുറയല്ല, ശരിക്കും ഈരാറ്റുപേട്ടയാണ്, ഈരാറ്റുപേട്ട മാത്രം മതി എന്ന ഒരു പ്രാദേശിക വാദവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ ഇല്ലാത്ത പാലായിൽ ഹോട്ടൽ ലൈസൻസിൽ ബിൽഡിംഗ് എടുത്ത് മോസ്ക് നടത്താൻ ഇവർ നോക്കിയ ഒരു വാർത്തയുണ്ട്. അതുപോലെ ചെറുകിട കച്ചവടം, ആക്രിപിറക്കൽ ചെയ്തവർ പോലും അടുത്ത ഗ്രാമങ്ങളിൽ മറ്റ് സമുദായം പ്രോപ്പർട്ടി വിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഓടിയെത്തി വൻവില വാഗ്ദാനം ചെയ്യുന്നു. വലിയ കച്ചവടക്കാരാണ്, എല്ലാ നാടുകളിലേക്കും കച്ചവടവുമായി പോകുന്നവരാണ്. മതപരമായി സ്പർദ്ധ ഉണ്ടായേക്കാവുന്ന ചില കാര്യങ്ങൾ ഉണ്ട്. അത് നമുക്ക് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, അതായത് ഒരു പൊതു ഇടത്തിലൊരു വാർത്താമാധ്യമത്തിലൂടെ പറയാൻ പറ്റാത്ത നിരവധി കാര്യങ്ങൾ ഈ ഈരാറ്റുപേട്ട എന്ന സ്ഥലത്തെ സംബന്ധിച്ച് ഉണ്ട്. ഞാൻ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ് പറഞ്ഞത്, ഒരിക്കലും സ്ഥലവാസികളായ നല്ല ആളുകളെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഒന്ന് പരാമർശിച്ചു കൊള്ളട്ടെ. ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു NIA ഓഫീസ്, പ്രധാനപ്പെട്ട ഓഫീസ്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഒരു പ്രധാനപ്പെട്ട ഓഫീസ് ഈ പ്രദേശത്ത് വേണം എന്ന് ആഗ്രഹിക്കുന്നവരും അവിടെയുണ്ട്. അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ, ഈരാറ്റുപേട്ട എന്ന സ്ഥലത്തിൻ്റെ ചില മതേതരമായ പ്രത്യേകതകൾ.